ഹായ് ഹലോ. നമ്മുടെ നാട്ടിൽ കുമ്മാട്ടി ഉത്സവമാണ് വരുന്നത്. കല്ലേപ്പുള്ളി കുമ്മാട്ടി പാലക്കാടുള്ളവർക്കൊക്കെ അറിയാം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണത്. അല്ലെങ്കിൽ കുമ്മാട്ടി എന്ന് തന്നെയാണ് പറയുക. ഉത്സവം അങ്ങനെ പൂരം അങ്ങനെയൊന്നല്ല പറയുക, ഇന്ന് കുമ്മാട്ടിയാണ്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കുമ്മാട്ടി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം മുന്നേ കന്യാറ് കൂടും. കന്യാറ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്യാറ് ദിവസം ഈ തട്ടകത്തിൽ കിടന്ന് അന്തി ഉറങ്ങുന്നവർ ഇവിടെ തന്നെ 10 ദിവസം ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ദിവസം ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ 10 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം വന്നോളൂ പറയും. അങ്ങനെ ആ കന്യാറ് കൊള്ളുന്ന ദിവസം നമ്മൾ ഈ തട്ടകത്ത് തന്നെ ഇരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴാഴ്ചകളിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേനൂലി ഭാഗത്ത് ഒരു അമ്പലമുണ്ട്, പോഴംകുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മുതൽ വിളക്കും ഏഴാം വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആയിരിക്കും. അത് സഹോദരിയാണ്, ഇവിടുത്തെ ഭഗവതിയുടെ സഹോദരിയാണെന്നാണ് കോൺസെപ്റ്റ്. അതേപോലെ ഇത് സ്വയംഭൂ ക്ഷേത്രമാണ്, ശ്രീ തൊണ്ടർകുളങ്ങര ഭഗവതി ക്ഷേത്രം. അവിടുത്തെ കുമ്മാട്ടിയാണിത്. സ്വയംഭൂ ആയിട്ട് വന്നതാണ്, അവിടെ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അവിടെ വിഗ്രഹം ഒരു കല്ലിൻ്റെ പോലത്തെ ഒരു വിഗ്രഹമാണ്. അതിന് മുകളിൽ കാപ്പ് വെച്ചിരിക്കുകയാണ്. അപ്പം ആ വിഗ്രഹം വർഷം തോറും വളരുന്നുണ്ട് എന്നാണ് പറയുന്നതും. അതുപോലെ തന്നെ ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ ആയതുകൊണ്ട് അന്ന് മുതൽ അറിയാം എന്താണെന്നുള്ള. അപ്പോൾ അച്ഛനൊക്കെ പറയുന്നത് വലുതാവുന്നുണ്ട്, അതായത് കാൽപാദത്തിൻ്റെ അത്രയുമുള്ള വിഗ്രഹം കുറച്ച് ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഗ്രഹത്തിന് അത്രയും പവറാണ് ഇവിടുത്തെ ഭഗവതി. ഒരു ശാന്തസ്വരൂപിയായിട്ടുള്ള ഭഗവതി, രൗദ്രഭാവത്തിലുള്ള ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതേപോലെ തന്നെ പോഴംകുളങ്ങര ഭഗവതിയുടെ അവിടെ സിസ്റ്റേഴ്സാണെന്ന് പറയും. അപ്പോൾ മുതൽ വിളക്കും ഏഴാം വിളക്കും വ്യാഴാഴ്ച അവിടെയാണ് നടത്താറ്. അപ്പോൾ കുമ്മാട്ടി വരികയാണ്. അപ്പോൾ കുമ്മാട്ടി വരുമ്പോൾ നമ്മൾ ഈ മുതൽ വിളക്ക് ഏഴാം വിളക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തുള്ളവർ അവിയിടും. അവിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദ്യവും അപ്പവും വെച്ചിട്ട് കുളിച്ച് സ്ത്രീകൾ ഈറൻ ഉടുത്തിട്ട് അല്ലെങ്കിൽ കോടി ഉടുത്തിട്ട്, ഈറൻ ഉടുക്കാൻ വയ്യാത്തവർ കോടി ഉടുത്തിട്ട് പൂജകൾ ചെയ്യും. പൂജകൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ അണിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഭഗവതിയെ ഇരുത്തി വിളക്ക് വെച്ചിട്ടാണ് ഈ എരിക്കിൻ്റെ ഇല വെച്ചിട്ടും എരിക്കിൻ്റെ പൂ വെച്ചിട്ടുമാണ് ഇവിടുത്തെ പൂജ നടത്തുക കേട്ടോ. അങ്ങനെ പൂജ നടത്തും. അതിൻ്റെ കൂടെ തന്നെ ഈ ആൾക്കാർ വന്നിട്ട് അതിന് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ എന്താ പറയുക, വാദ്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ പൂർണ്ണമാണെന്ന് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ കുമ്മാട്ടി സമയത്ത് വേറൊരു കമ്മ്യൂണിറ്റി, നായാടി വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ അല്ലാത്തപ്പോഴും വരും. പക്ഷേ ഈ കുമ്മാട്ടി സമയത്ത് അവർ നമ്മുടെ അടുത്ത് വരും കേട്ടോ. അപ്പം അവർ വന്ന സമയത്ത് ഉള്ള നമുക്കറിയാം, നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട് ഇവർ വരുന്നതും. നമ്മൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ എണ്ണ കൊടുക്കും, വസ്ത്രം കൊടുക്കും. അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും, നമ്മുടെ അടുത്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അവർ വരുമ്പോൾ പ്രത്യേക തമ്പ്രാട്ടിയെ എന്നൊക്കെ വിളിച്ചിട്ടാണ് വരിക. അവർ വരുമ്പോൾ ആ സൗണ്ട് നമുക്ക് ഈ പരിസരത്തുള്ളവർക്ക് കേൾക്കാം. അത്രയും ഒച്ചയിൽ അവർ പറഞ്ഞിട്ടാണ് വരിക. അപ്പം അതെന്തിനാണ് അവർ ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് ബിഹൈൻഡ്, എന്തിനാണ് അവരങ്ങനെ വിളിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു ഇതിൽ ഞാൻ അവർ വന്നപ്പം അവരെ കൊണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന കുറച്ച് ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുമ്മാട്ടിയുടെ വീഡിയോ ആയിരിക്കും. ഞാൻ മാക്സിമം എന്താണ് കോൺസെപ്റ്റ്, എങ്ങനെയാണ് കുമ്മാട്ടി നടത്തുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ച് പറയാം. പാലക്കാടിൽ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതേ ദിവസമാണ് പുതുശ്ശേരിക്കാവിൽ വെടി വരുന്നത്. അപ്പോൾ ഇവിടെ കല്ലേപ്പുള്ളിയിൽ കൂടുന്നവർ കല്ലേപ്പുള്ളി കൂടണം എന്നാണ്. പുതുശ്ശേരിയിൽ പോവില്ല, നമ്മൾ ഇവിടെ തന്നെ കൂടുക. പുതുശ്ശേരി വേല ദിവസമാണ്, പുതുശ്ശേരി കുമ്മാട്ടി ദിവസമല്ല, പുതുശ്ശേരി വേല ദിവസമാണ് ഇവിടുത്തെ. അതും സിസ്റ്റേഴ്സാണ് എന്നാണ് ഇപ്പോഴും സങ്കല്പം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടെ കൂടും, അങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴും കാസ്റ്റ് ബേസ്ഡ് ആണ് ഇവിടുത്തെ വേല നടക്കുന്നത്. 5 വിഭാഗക്കാരുടെ വേലയാണ്. അപ്പോൾ ഈ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കാതെ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ഇവർ വരുന്നതും ഇവരുടെ ആ ഒരു എന്താ പറയുക ടിപ്പിക്കൽ ആചാരം എന്തിനാണ് അവരിങ്ങനെ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.
ചെരുപ്പ് വേണം, കാലേ അത് അവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം കേട്ടാ, അവർക്ക് കൊടുക്കും. എനിക്ക് പഴയ മൊബൈൽ തരും. ഇതാ നിങ്ങളെ ടി വി വർക്ക് ചെയ്യണ കുട്ടിയാണോള്. അതിന് മൊബൈൽ ചോദിക്കുമ്പോ എന്താണ് നിങ്ങൾ പറയണത് അത് മനസ്സിലായി, അത് മനസ്സിലായി. മനസ്സിലായോ? അവള് ചോദിക്കണത് എന്താ അറിയോ, ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയണില്ലേ? പിന്നെ എണ്ണ എവിടെ? നിങ്ങൾ ആദ്യം ഇതിന് പറയും തരാം. അതന്നെ പറയണത്. എണ്ണ അവിടെ എനിക്ക് അതിലൊക്കെ പിടിച്ചെടുത്തോ. എണ്ണ എനിക്ക് പിന്നെ പങ്കെന്താണെന്നറിയോ? പൈസ, അരി, എണ്ണ അത് എനിക്ക് തരണം. പിന്നെ പഴയ വസ്ത്രം ഉണ്ടെങ്കിൽ വസ്ത്രവും തരണം. ശരി, ഇതൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ തന്നിട്ടാണ് ഞാൻ ഉണക്കിയില്ലേ, ഉണക്കി വെക്കി. ഇതൊക്കെ ആണ് നമ്മുടെ ജീവിതം. അങ്ങനെ തന്ന കാരണമാണ് നമ്മൾ കൊടുത്തിട്ടും അരി ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകണം. നമ്മുടെ ജീവിതമാണത്. നിങ്ങളുടെ ജീവിതം. ശരി. അല്ല, മുമ്പ് കാലം തൊട്ടേ നിങ്ങൾ ഇങ്ങനെ വരുമല്ലോ. വരും. അത് തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ഈ വസ്ത്രമൊക്കെ തന്നിട്ടാണ് നമ്മൾ ജീവിച്ച് അങ്ങനെ അറ്റം വരെ പോണത്. വസ്ത്രമൊക്കെ ആദ്യം വിളിക്കില്ലേ തമ്പ്രാട്ടി? അത് വിളിച്ചല്ലോ. അതെന്താ സംഭവം? അത് കൈലാസനാഥൻ നായാടിയായിട്ടാണ് ഭിക്ഷാടത്തിന് ഇറങ്ങിയത്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എന്തിനാണ് കൈലാസനാഥൻ പിന്നെ നായെ വിളിച്ചിട്ട് നായാട്ടിന് പോയി. എവിടേക്ക്? നായാട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ അയ്യപ്പ. എനിക്ക് അവരെ കണ്ടാലാണ് ഇഷ്ടം. അപ്പോൾ നായാട്ടിന് പോയി നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല നായനെ വിളിച്ചിട്ട്. അപ്പൊ അങ്ങനെ പരസ്യന കടവിൽ പോയിട്ട് പിന്നെ മീനും പിടിച്ച് മീനും ചുട്ട് കള്ളും വാങ്ങിച്ച് കള്ളും കുടിച്ചിട്ട് അവിടെ ഇരുന്നത്. നിങ്ങൾ പരസ്യന കടവിൽ പോയിട്ടുണ്ടോ? അതാ വൈകിട്ട് 6 മണിക്ക് പോയിട്ടുണ്ടോ? നിന്നിട്ടുണ്ടോ? അവിടെ രണ്ട് ദൈവങ്ങളുണ്ടല്ലോ. രണ്ടാളും വന്നിട്ട് ഉറഞ്ഞു തുള്ളിയിട്ട് വന്നിട്ട് ലാസ്റ്റ് എന്താ പറയണത്? എങ്ങനെ അവര് ഇറങ്ങുമ്പോ അതിന് മുമ്പ് എന്താ പറയണത്? എന്താ മുത്തപ്പനെ വിളിക്കല്ലേ അവര്? എങ്ങനെ വിളിച്ചത്? വിളിക്കുന്നോട്ടെ. അത് കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പൊ കാത്തിരിക്കണ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് അവരിങ്ങടെ ഇറങ്ങണത്. ആ ദൈവം ഇറങ്ങിപ്പോണത് നായാടിയാണ്. നായ വരട്ടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടീന്റെ പേര് എന്താണ്? അവളുടെ പേര് ഈവ. കുട്ടി നിങ്ങളുടെ? എന്റെ രമക്കുട്ടി കീർത്തി ഭഗവാനെ നന്നായി സ്വാമി ശരണം. ഇപ്പം സ്വാമിയെ ശരണം വിളിക്കണം. ഞാൻ സ്വാമി ആയതുകൊണ്ട് സ്വാമി ശരണം. അതാണത്. അപ്പൊ ഇത്തിരി എണ്ണ 5-6 അരിയും തരും.